അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ട്സ് ഉണ്ടല്ലോ, പഴയ നോട്ട്സൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ പഴയ വെട്ടും കുത്തും ഉള്ള നോട്ട്സൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ളതും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതപ്പോൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്യാം, എത്ര എമൗണ്ട് കിട്ടുക എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് ഈസിലി ആയിട്ടും സിമ്പിളായിട്ടും ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഒരു അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സിമ്പിളെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് കണ്ടിന്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റുവിയോ എന്നാണ്. ഇങ്ങനെയാണോ ഇത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റുവിയോ എന്ന് പറയുന്ന ഇതിനാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ സെൽ യുവർ സ്റ്റഡി നോട്ട്സ് ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് കണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്താണ് നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി നോട്ട്സൊക്കെ നമുക്ക് ഇതിൽ സെല്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് നേടാൻ പറ്റും. യുവർ സ്റ്റഡി നോട്ട്സ്, സമ്മറൈസ്, ഫ്ലാഷ് കാർഡ്സ്, സ്റ്റഡി ഗൈഡൻസ് ആൻഡ് അതർ സ്റ്റഡി റിസോഴ്സസ് ആർ വർത്ത് മണി. Stuvio is an online learning platform where you can sell and share your study notes to your fellow students. We offer genuine commissions on every sale. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് നമ്മുടെ നോട്ട്സ് സമ്മറൈസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ചില ഗൈഡൊക്കെ നമ്മുടെ കയ്യിൽ കാണാം. ഈ 10ാം ക്ലാസ്സിലെ +2-നൊക്കെ ഗൈഡൊക്കെ കിട്ടത്തില്ലേ, അതൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിലൂടെ വിറ്റിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റഡി നോട്ട്സൊക്കെ സ്റ്റുഡൻസിന് വിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ഇതിൽ വർക്ക് വരുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന നോട്ട്സ് ഉണ്ടല്ലോ, ഇപ്പം ക്ലാസ് ടീച്ചർ പറഞ്ഞ് എഴുതുന്ന നോട്ട്സ് ആകുമ്പോഴത്തേക്കിനും ചിലപ്പം വെട്ടും കുത്തുമൊക്കെ വരും. പക്ഷേ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ വെട്ടോ കുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കണം നമ്മളെപ്പോഴും സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഉള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. യുവർ നോളജ് ഈസ് വർത്ത് മണി. നമ്മുടെ നോളജിന് എന്ത് കിട്ടും, മണി, ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഈസിലി അപ്ലോഡ്, നമുക്കിത് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇൻ ലെസ് ദാൻ എ മിനിറ്റ്സ് യു ഹാവ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ലെറ്റ്സ് ദ പ്രൈസ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ് ആൻഡ് സ്റ്റാർട്ട് സെല്ലിങ്. അപ്പം ഈ ഒരു സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് സെല്ല് ചെയ്യാം. ആ സെല്ല് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് തീരുമാനിക്കാൻ പറ്റും. എത്ര രൂപ വേണം ഈ ഒരു നോട്ട്സിന് നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അതിൽ കൊടുക്കാൻ പറ്റും. മേക്ക് മണി ക്വിക്കിലി. ഈച്ച് ടൈം യുവർ ഡോക്യുമെൻറ്റ് ഈസ് സോൾഡ് യു ഏൺ മണി. ദിസ് മണി ഈസ് ഇമ്മീഡിയറ്റ്ലി ക്രെഡിറ്റ് യുവർ അക്കൗണ്ട്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ നോട്ട്സും സെല്ലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. നമ്മളിപ്പോൾ നോട്ട്സ് അപ്ലോഡ് ചെയ്തെന്ന് കരുതുക. ഇപ്പോൾ 2 നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ അവരത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. എന്തായാലും നോട്ട്സ് നല്ലതാണോ, വെട്ടും തിരുത്തുമൊക്കെ ഉണ്ടോ, ക്ലിയർ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും, അപ്രൂവൽ മെസ്സേജ് വരും. അങ്ങനെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 നോട്ട് അപ്ലോഡ് ചെയ്തെന്ന് കരുതുക. ഇവരെ അപ്രൂവൽ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തെന്ന് കരുതുക. അപ്ലോഡ് ചെയ്തെന്ന് കരുതി 5 എണ്ണവും ഒരുപോലെ സെയിലാകണമെന്നില്ല. ചിലപ്പോൾ 1 എണ്ണം ആകും, ചിലപ്പോൾ 2 എണ്ണം ആവും, ചിലപ്പോൾ ഒന്നും സെയിലായില്ലെന്നും വരും. അങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് പിന്നെയും അപ്ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം സെല്ലായി, അത് 10 പേര് സെല്ല് ചെയ്ത് 2 പേര് വാങ്ങിച്ചു, അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയും നാളത്തെ ഇവരുടെ ടോട്ടൽ റിവ്യൂ നോക്കുവാണെങ്കിൽ 30 ലക്ഷത്തി കൂടുതൽ ഡോളേഴ്സിൽ അവർ സെല്ലർക്ക് പേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 40,000-ഓളം പുതിയ സെല്ലേഴ്സ് ഈ ഒരു സൈറ്റിൽ ദിനം തോറും ഇതാവുന്നുണ്ട്. അതുകൂടാതെ 75,000-ഓളം ഡോക്യുമെൻറ്റ്സ് അവർ ഇപ്പോഴും സെല്ല് ചെയ്യുന്നുണ്ട്. ഇതിലാണെങ്കിൽ 127 കൺട്രീസുകളിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സമ്മറൈസ് അപ്ലോഡ് ചെയ്യാം, അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാം, പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, ടെസ്റ്റ് സമ്മറീസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, എസ്സേ, കോഴ്സ് നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവർ പറയുന്നത് നമ്മളിപ്പം സ്വന്തമായിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ കുറഞ്ഞ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $2.5 വരെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കുറഞ്ഞ ഒരു എമൗണ്ടാണ് നമുക്ക് $2.5 എന്ന് പറയുന്നത്. നമുക്ക് വേണേൽ അതിൽ കൂടുതൽ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം കൂടുതലെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലങ്ങ് ആകില്ല, എന്നാലും എന്താണ് ഒരു 3.5 അങ്ങനെ നമുക്ക് $10 താഴെ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വേണേൽ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മിനിമം എമൗണ്ട് എത്രയായിരിക്കണം, $2.5 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിന് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തെന്ന് കരുതുക. ആ ഒരു ടെസ്റ്റിന് നിങ്ങളിപ്പം $2.5 കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന് കിട്ടുന്നത് $2.5 ആണെന്ന് കരുതുക. അതിപ്പോൾ ഒരു 10 പേര് പർച്ചേസ് ചെയ്താൽ ആ 2.5 × 10, അപ്പോൾ ആ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു നോട്ടേ അപ്ലോഡ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും അതിപ്പം 10 പേര് പർച്ചേസ് ചെയ്താൽ 2.5 × 10 ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പം എത്ര നോട്ട്സ് അങ്ങനെ വിൽക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ ഗൂഗിൾ ID വെച്ച് നിങ്ങൾക്ക് ഇതിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നോട്ട്സ് സെല് ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.